ചാവുകടൽ പ്രദേശം ഒരു കാലത്ത് സോദോമും ഗൊമോറയും ഉൾപ്പെടെ അഭിവൃദ്ധി പ്രാപിച്ച നഗരങ്ങളുടെ ആസ്ഥാനമായിരുന്നു. അത് മനോഹരമായതും ധാരാളം ജലമുള്ള കർത്താവിന്റെ തോട്ടമെന്ന് വിശേഷിക്കപ്പെടുന്നു. സോദോമും ഗൊമോറയും പാപത്തെയും അധാർമികതയെയും ദുഷ്ടതയെയും വിനാശത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ നഗരങ്ങൾ മതപരവും സാംസ്കാരികവുമായ ചർച്ചകളിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു. ജോർദാൻ സമതലത്തിലെ പുരാതന നഗരങ്ങളായ സോദോമും ഗൊമോറയും അവരുടെ ദുഷ്ടതയും വിഗ്രഹാരാധനയും നിമിത്തം സ്വർഗീയ തീയിൽ നശിപ്പിക്കപ്പെട്ടു. അവരുടെ വിധി സുവിശേഷം നിരസിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു. അതിൻ്റെ പേര് ജുബൽ ഉസ്തുമിൽ എന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായ നാശമുണ്ടായിട്ടും ചാവുകടലിന്റെ തെക്ക് പടിഞ്ഞാറുള്ള തീരത്തുള്ള താഴ്ന്ന കുന്നുകളുടെ ഒരു ശ്രേണി ജബൽ ഉസ്തൂദും സോദോമിന്റെ സ്ഥലമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. സമതലത്തിലെ നഗരങ്ങൾ ചാവുകടലിന്റെ തെക്കേ അറ്റത്താണെന്നും മറ്റുള്ളവർ വടക്കേ അറ്റത്താണെന്നും വാദിക്കുന്നു. ഗോമോറോ ഇപ്പോൾ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഗോമോറ എന്ന പേരിന്റെ അർത്ഥം മുങ്ങൽ എന്നാണ്. സിത്തിം സമതലത്തിലെ 5 നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചാവുകടലിന്റെ തെക്ക് സമതലത്തിൽ ഇത് സ്ഥിതി ചെയ്തിരിക്കാം. ഗോമോറ ഉൾപ്പെടെ ഉള്ള സമതല നഗരങ്ങളിൽ ഉപ്പുകടലിന് സമീപമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം കണക്കിലെടുത്താണ്. 100% ശുദ്ധമായ അവസ്ഥയിൽ ഗന്ധകപ്പൊടി അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. സാധാരണമായി ഗന്ധകത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെയും മിശ്രിതമാണ്. പ്രകൃതിയിൽ ഗന്ധകപ്പൊടിയുടെ പരിശുദ്ധി 40 മുതൽ 60% മാത്രമാണ്. സോദോമിലും ഗോമോറയിലും 98% രാസശുദ്ധി ഉള്ളതും അമർത്തിപ്പൊടിച്ച് ഉരുളകളാക്കി ഒരു വളയത്തിന് ചുറ്റും പൊതിഞ്ഞ് കത്തിച്ച് ചാരത്തിൽ പതിഞ്ഞതുമായ നിക്ഷേപം പോലെ കാണപ്പെട്ടു. ഇവ ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. സോദോമിലെ ഗന്ധകം ഉരുകിയ അവസ്ഥയിലായി വളരെ ഉയർന്ന താപനില സൃഷ്ടിച്ചു. ചുറ്റുമുള്ള വസ്തുക്കൾ അകത്തുനിന്ന് പുറത്തേക്ക് ഉരുകാൻ കാരണമായി. ചൂട് കൂട്ടാൻ ജ്വലന വളയം സൃഷ്ടിച്ചു. ഒരു അമാനുഷിക സംഭവം ഇവിടെ സംഭവിച്ചുവെന്ന് ഈ പ്രതിഭാസം വ്യക്തമായി സൂചിപ്പിക്കുന്നു. ബിറ്റുമിൻ പൂരിത മണ്ണിനെ ജ്വലിപ്പിക്കുന്ന ഒരു ഇടിമിന്നൽ നഗരത്തെ നശിപ്പിച്ചു. സോദോമിന്റെ വിധി ഒരു മുന്നറിയിപ്പായി ക്രിസ്തീയ വേദപുസ്തകത്തിൽ വർത്തിക്കുന്നു.